അതെ, എന്റെ ഒരു ഒറ്റ ദിവസത്തെ ഓട്ടപ്പാച്ചില്ലേ ഒരു 1.5 മിനിറ്റിൽ കാണാൻ നേരം ഉണ്ടാവോ നിങ്ങക്ക്? ചുമ്മാ കണ്ടോക്കുന്ന്. അപ്പൊ എങ്ങനെയാ തുടങ്ങിയാലോ നമുക്ക്? എന്റെ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പുലർച്ചെ 2:30ക്കാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് വന്നിട്ട് അച്ചക്കുട്ടിയാണ്. ഞാൻ തൊടുപുഴയിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. അങ്ങനെ ദേ അച്ഛൻ നമ്മളോട് സ്കിൻ ടോൺ മേക്കപ്പ് ഒക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചിയെ എന്റെ സ്കിന്നൊട്ടും ചേഞ്ച് ചെയ്യാണ്ട് ചെയ്തു തരണം കേട്ടോ എന്നുള്ളതാണ് ആളുടെ ഒരു കൺസേൺ ഉണ്ടായത്. അതുപോലെയൊക്കെ തന്നെ സ്കിൻ ടോൺ മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ അച്ഛക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 5-5:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലിങ്ങും ഫ്ലവർ സെറ്റിങ്ങും ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് ടപ്പേന്ന് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലം നമുക്ക് ഇടുക്കി അണക്കരയിൽ എത്തണം. അവിടെ നമ്മുടെ നന്ദനക്കുട്ടി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആള് ഇച്ചിരി ടെൻഷനുള്ള കൂട്ടത്തിലാ ഓൺ ടൈം ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓർത്തിട്ട്. ഞാനില്ലേ പിന്നെ എന്തിനും ഇവരൊക്കെ ടെൻഷൻ അടിക്കണേന്ന്. അങ്ങനെ ദേ നമ്മൾ ഓൺ ടൈം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആള് പറഞ്ഞത് 9 മണിക്ക് ഫിനിഷ് ചെയ്യണമെന്നായിരുന്നു. 9 മണിയായപ്പോഴേക്കും ഞാൻ എന്റെ പരിപാടിയൊക്കെ തീർത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്റെ മിക്ക ബ്രൈഡ്സ് എന്നോട് ചോദിക്കണ്ടോ, ചേച്ചിക്ക് നീല ചുരിദാർ മാത്രമേ ഉള്ളൂ, എന്റെ പൊന്നു പിള്ളേരെ കംഫർട്ട് അതാണ് നമുക്ക് മെയിൻ. എനിക്ക് ഭയങ്കര കംഫർട്ട് ഉള്ള ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. പിന്നെ അത് മാത്രല്ല പെട്ടെന്ന് അങ്ങോട്ട് വണ്ണം വെച്ച് പോണ കാര്യം എന്റെ പഴയ ചുരിദാർ ഒന്നും എനിക്ക് പാകാനുള്ളത്. പിന്നെ ഇപ്പൊ എന്തിട്ട് ഞാൻ ചെയ്യാ? ഇവിടെ കഥ പറഞ്ഞാലേ തൊടുപുഴയിൽ എനിക്ക് എത്താനുള്ളത് അച്ചയുടെ സെക്കൻഡ് ലുക്ക് ചെയ്യണ്ടേ നമുക്ക്. അപ്പൊ ഇതേ അങ്ങനെ അച്ചയുടെ സെക്കൻഡ് ലുക്കും കഴിഞ്ഞപ്പോ ഇനി നേരെ വല്ലാറും അടുത്ത്